ഇന്ന് ജപ്പാനിലേക്ക് ജോലി സംബന്ധമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സോ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക, അതിനുള്ള റൈറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നത് ഷെയർ ചെയ്യാനായിട്ട് 10 ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയുടെ CEO മഹേഷ് സർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹായ് സർ. സർ, ആദ്യം തന്നെ ജപ്പാനിലെ SSW തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവം? ഇന്ത്യ ജപ്പാൻ തൊഴിൽ കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലുള്ള യുവജനങ്ങൾക്ക് ജപ്പാനിൽ തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് SSW അഥവാ സ്പെസിഫൈഡ് സ്കിൽ വർക്കർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പ് ചുമതല ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് NSDC ആണ്. ഇനി നമ്മൾ വിസയും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിസ കയ്യിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ വിസയുടെ സംബന്ധിച്ചിട്ടുള്ള പൈസ NSDCക്ക് അടയ്ക്കേണ്ടതുള്ളൂ. സർ, ഇപ്പോൾ ഒരു വ്യക്തി ജോലി സംബന്ധമായിട്ട് ജപ്പാനിലേക്ക് പോകുമ്പോൾ ജാപ്പനീസ് ലാംഗ്വേജിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? എക്സാംസ് ഒക്കെ ഏതൊക്കെയായിരിക്കും? ഈ എക്സാംസ് ഒക്കെ ടഫ് ആയിരിക്കും? സ്പെസിഫൈഡ് സ്കിൽ വർക്കർ വിസയിൽ ജപ്പാനിലേക്ക് പോകണമെങ്കിൽ ജാപ്പനീസ് ഭാഷയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്കിൽ ടെസ്റ്റും പാസ്സാവും. സാധാരണ ഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ലെവൽ ഭാഷ മതിയാവുന്നുള്ളതാണ്. അതായത് JFT ബേസിക്കും JLPT 4ഉം N4ഉം മതിയാവും. സെയിം ടൈം എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണെങ്കിൽ അതിന് ഭാഷ ഒരു സ്റ്റെപ്പും കൂടി അധികം വേണം. അത് N3 വരെ വേണമെന്നുള്ളതാണ്. ഇനി ഇത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുകയാണ്. അപ്പോൾ പുതിയ ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെതായ ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ശരിയായ പരിശീലനം, സ്ഥിരമായ പ്രാക്ടീസ്, നല്ല ഗൈഡ് ലൈൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് കൂടി ഇത് പാസ്സാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. 10 ജാപ്പാനീസ് ലാംഗ്വേജ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ഭാഷ പരിശീലിപ്പിക്കലും മാത്രമല്ല, മറിച്ച് കുട്ടികൾക്ക് പരീക്ഷയെ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്നുള്ളതും മോക്ക് ടെസ്റ്റ്, ഇന്റർവ്യൂ പരിശീലനം തുടങ്ങിയൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ പൂർണ്ണമായും പരീക്ഷയ്ക്ക് സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, അപ്പോൾ SSW വഴി ജപ്പാനിലേക്ക് പോകാൻ ആകെ എത്ര എക്സ്പെൻസ് വരും? ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിപ്പം ചോദിച്ചിട്ടുള്ളത്, ചെലവ് എത്ര വരുന്നത്. സ്വാഭാവികമായിട്ട് ജപ്പാനിലേക്ക് ഭാഷ എത്ര പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലെവലുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ 2 ലെവൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലെവലിന് 35,000 രൂപയാണ് അതിൻ്റെ ഫീസായിട്ട് വാങ്ങുന്നത്. അതേസമയത്ത് ജപ്പാനിലേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള സ്കിൽ ടെസ്റ്റും പിന്നെ വിസ പ്രോസസ്സിങ് അതുപോലെ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചെലവ് എന്ന് പറയുന്നത്, വിമാന ടിക്കറ്റ് അടക്കമുള്ള ചെലവ് എന്ന് പറയുന്നത് അത് നമ്മൾ NSDCയിലേക്കാണ് അടക്കേണ്ടത്. അത് ഏകദേശം 1 ലക്ഷത്തിനും 1.25 ലക്ഷത്തിനും അടുപ്പിച്ചിട്ടുള്ള ഒരു എമൗണ്ടാണ് സ്വാഭാവികമായിട്ട് വരാറുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ഒരു ചെലവ്, ഈ ജപ്പാനിലേക്കുള്ള യാത്രയുടെ ചെലവ് എന്ന് പറയുന്നത് ഒരു 2 to 2.5 ലക്ഷം രൂപയാണ് വരിക. ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം പൊതുവെ ജപ്പാനിലേക്ക് ജോലി തേടി പോകുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചോദ്യമാണ് സാലറി എത്രയാണ് ലഭിക്കാന്ന്. അതുപോലെ അവിടുത്തെ ജീവിത ചെലവ്, എക്സ്പെൻസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ജപ്പാനിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ സാലറി തന്നെയാണ് SSW വഴിയുള്ള ജോലിക്കാർക്ക് ലഭിക്കുന്നത്. ഇനി ചെലവിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ, തിരുവനന്തപുരത്തൊക്കെ നമുക്കൊരു മാസം വരുന്ന ചെലവ് എന്താണോ അത് തന്നെയാണ് അവിടെയും ലഭിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാലറി എത്രയാണോ പറയുന്നത് അതിൽ വരുന്ന ഡിഡക്ഷനുകൾ എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ജപ്പാൻ കമ്പനി പ്രതിനിധികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, സൈൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് നമ്മൾ സൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി സാലറി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കും. സർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ ഈ SSW വിസയിൽ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? SSW പ്രകാരം 2 തരത്തിലുള്ള വിസയാണ്. SSW വിസ 1, SSW 2 എന്ന് പറയുന്നത്. 1ൽ നമുക്ക് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഇൻഡിവിജ്വൽ വിസയാണ്. അതേസമയത്ത് നമ്മൾ ജപ്പാനിലെത്തിയതിന് ശേഷം ഒരു 2 വർഷത്തിന് ശേഷം 3 വർഷം ആകുമ്പോഴേക്ക് നമുക്ക് അടുത്ത ലാംഗ്വേജ് ലെവലും അതുപോലെ തന്നെ സ്കില്ലും അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ അവിടുന്ന് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് SSW 2 വിസ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഫാമിലിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മുടെ PR ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സർ, അപ്പോൾ 2019 മുതൽ SSW എന്ന ഈ ഒരു പദ്ധതി ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് ഇത് വേണ്ടത്ര ആളുകളിലേക്ക് ഇതുവരെ എത്തുന്നില്ല? അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് സർക്കാർ
പ്രോഗ്രാമാണ്. അപ്പൊ ഇത് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSDCയുടെ സൈറ്റിൽ ഇതുണ്ട്. പക്ഷെ ഈ NSDCയുടെ സൈറ്റിലേക്ക് ആളുകൾ കയറണമെങ്കിൽ ഇത് എന്താണെന്ന് ആദ്യം ആളുകൾക്ക് അറിയണമെന്നില്ല. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ A to Z വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് ഇത് ജപ്പാനിലേക്ക് ആളുകൾ പോകുന്നത്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയായിട്ടേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പബ്ലിസിറ്റി ചെലവ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ വരുമ്പോൾ ആ പബ്ലിസിറ്റി കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത് ആളുകളിലേക്ക് എത്താത്തത്. പക്ഷെ ഇപ്പൊ നിങ്ങളെ പോലെയുള്ളവർ ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഇതൊരു പ്രചരണമായി മാറുന്നു. അതെ, ഓക്കെ. അപ്പം ഇത്രയും റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതിൽ വളരെയധികം നന്ദി സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.